ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിനത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് തിരുസഭ മാതാവ് സഭാപണ്ഡിതനായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമിൻ്റെ ഓർമ്മയാചരണത്തിലേക്ക് നമ്മെ സാദരം ക്ഷണിക്കുന്നു. സഭാപണ്ഡിതൻ്റെ കർത്തവ്യങ്ങളെല്ലാം സഭ നേരിടുന്ന എല്ലാ വിമർശനാത്മകമായിട്ടുള്ള വേദനാജനകമായുള്ള മേഖലകളിൽ നിന്ന് തൻ്റെ പ്രബോധനങ്ങൾ വഴി വിശ്വാസികളെ സ്ഥിരപ്പെടുത്തുകയും അങ്ങനെ സഭയുടെ നല്ല നീക്കങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളിൽ യേശു നമ്മളോട് സംസാരിക്കുന്നു. അന്ധനെ വഴി നടത്തുവാൻ സാധിക്കുമോ? അങ്ങനെ വരുമ്പോൾ രണ്ടുപേരും കുഴിയിൽ വീഴുകയില്ലേ എന്ന് ചോദിക്കുന്നു. ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനുമല്ല, അല്ലെങ്കിൽ ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല എന്നും പറയുന്നു യേശു. അപ്പം നമ്മളിലുള്ള അധമ മാർഗങ്ങളെ നമ്മൾ നിരാകരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് സാക്ഷാത്തായ സത്യത്തിൻ്റെ വഴികളെ അനുകരിക്കുന്നവരായി മാറുവാൻ യേശു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ കരങ്ങളിലുള്ള ധനം വചനം തന്നെയാണ്. ആ വചനത്തിൻ്റെ ആധികാരികതയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തകളും ആലോചനകളും സംസാര രീതികളും പ്രവൃത്തികളും. അപ്പോൾ വചനാധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം, എൻ്റെ വായി തുറന്ന് എൻ്റെ നാവ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ധിക്കരിക്കുകയില്ല, എതിർത്ത് സംസാരിക്കുകയില്ല എന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിച്ചു തരുന്നത് പോലെ നമ്മളും സഹോദരർക്കെതിരെ അന്യായമായി ഒന്നും സംസാരിക്കാതിരിക്കുക. പ്രവൃത്തി ദോഷങ്ങൾ എല്ലാവരിലുമുണ്ട്. പക്ഷെ എന്നിലുള്ള പ്രവൃത്തി ദോഷങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്തുമ്പോഴാണ് ഞാൻ ശരിയായ പാതയിലൂടെ മറ്റുള്ളവരെ ഞാൻ വഴി നടത്തുവാൻ പരിശ്രമിക്കുന്നത്. എൻ്റെ ലക്ഷ്യം ദൈവമാണ് എങ്കിൽ മാർഗങ്ങളെല്ലാം അവിടുന്ന് എനിക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ആ മാർഗങ്ങൾ വഴിതെറ്റാതെ ശരിയായ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നത് നമുക്ക് ശ്രദ്ധയുള്ളവരായി മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.